നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ 3ാമത്തെ യൂണിറ്റായ ദ 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 യൂണിറ്റ്സും നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, ദ 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള 4 സ്കിൽസ്? ഓക്കെ, LSRW, അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 സ്കിൽസിനെയുമാണ് നമ്മൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് പ്രധാനമായിട്ടുള്ള 4 സ്കിൽസായിട്ട് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തത് ലിസണിങ്. ലിസണിങ് ഈസ് ദ ആക്റ്റീവ് പ്രോസസ് ഓഫ് റിസീവിംഗ് ആൻഡ് കൺസ്ട്രക്റ്റിംഗ് മീനിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു എ വെർബൽ ഓർ നോൺ വെർബൽ മെസ്സേജ്. അതായത് ലിസണിങ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള പ്രോസസ്സാണ്? ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. ലിസണിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് ലിസണിങ് ഈസ് പേയിങ് അറ്റൻഷൻ ടു. എന്താണ് ലിസണിങ് എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടെ അറ്റൻഷൻ കൊടുക്കുന്നതാണ്. എന്തിന്? ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് വി ഹിയർ. നമ്മൾ എന്താണോ കേൾക്കുന്നത് അതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കുകയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ലിസണിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയറിംഗ് ആൻഡ് ലിസണിങ്. എന്താണ്? ഹിയറിംഗ് മീൻസ് കേൾവി എന്നാണ്. ആൻഡ് ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ലിസണിങ് എന്ന് പറയുമ്പോൾ ശ്രദ്ധ. ഓക്കെ, അപ്പോൾ എന്താണ് കേൾവിയും ശ്രദ്ധയും തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തത് ഹിയറിംഗ്, നോൺ ആക്റ്റീവ് പ്രോസസ്സ്. ഹിയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ആക്റ്റീവ് പ്രോസസ്സാണ്. നമ്മൾ ആക്റ്റീവായിട്ട് കേൾക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ എന്തെങ്കിലും സൗണ്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുകയോ നമുക്ക് ജസ്റ്റ് കേൾക്കാം അല്ലേ, അതിന് നമ്മൾ ഹിയറിംഗ് എന്ന് പറയും. ഇനി ലിസണിങ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. വളരെ ആക്റ്റീവായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലിസണിങ്. ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും അല്ലേ. അല്ലാതെ പുറത്ത് ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഹിയർ ചെയ്യും അല്ലാതെ ജസ്റ്റ് ഒന്ന് കേൾക്കും. ഇനി ഹിയറിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻവോളണ്ടറി പ്രോസസ്സാണ്. ഇൻവോളണ്ടറി മീൻസ് സ്വമേധയാ അല്ലാതെ ചെയ്യുന്നതിനാണ് ഇൻവോളണ്ടറി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്വയമേ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലല്ലേ, നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് എന്ത് ചെയ്യാറുണ്ട്? അതുവഴി പോകുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതാണ് ഹിയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അതൊരു ഇൻവോളണ്ടറി പ്രോസസ്സാണ്. ഇനി ലിസണിങ് എങ്ങനെയാണ്? ഇറ്റ് നീഡ്സ് ഫോക്കസ് ആൻഡ് എഫേർട്ട്. ലിസണിങ്ങിന് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഫോക്കസ് വേണം, എഫേർട്ടും വേണം, ശ്രദ്ധയാണ്. ഓക്കെ, അപ്പോൾ ലിസണിങ്ങിന് എന്താണ് ആവശ്യം? ഒരു ഫോക്കസ് വേണം. നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് വേണം ആ കാര്യം ചെയ്യാൻ. ആൻഡ് എഫേർട്ട്, നമ്മളൊരു എഫേർട്ട് എടുക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട്. അടുത്ത ഓപ്പൺ മൈൻഡ് ആക്ടിവിറ്റി. അതൊരു മൈൻഡ് ഓപ്പൺ ആക്കി വെച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. കോൺഷ്യസ് ആക്ടിവിറ്റി, അതായത് ബോധപൂർവ്വം നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ത്? ലിസണിങ്. അടുത്തത് ഡെഫിനിഷൻ. എന്താണ് ലിസണിങ്ങിൻ്റെ ഡെഫിനിഷൻ? ലിസണിങ് ഈസ് ദ എബിലിറ്റി ടു ആക്യുറേറ്റ്ലി റിസീവ് ആൻഡ് ഇൻ്റർപ്രറ്റ് മെസ്സേജസ് ഡ്യൂറിങ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ലിസണിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എബിലിറ്റിയാണ്, ഒരു കഴിവാണ്. എന്തിനുള്ള? ടു ആക്യുറേറ്റ്ലി റിസീവ്, വളരെ ശ്രദ്ധയോടെ സ്വീകരിക്കുക. ആൻഡ് ഇൻ്റർപ്രറ്റ്, എന്ത് ചെയ്യുക? ആൻഡ് വ്യാഖ്യാനിക്കുക. എന്ത് വ്യാഖ്യാനിക്കുക? നമുക്ക് ലഭിച്ച മെസ്സേജസിനെ എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക, സ്വീകരിക്കുക, അതുപോലെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുക. എപ്പോൾ? ഡ്യൂറിങ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഒരു ആശയവിനിമയം നടക്കുന്ന സമയത്ത് നമ്മൾ റിസീവ് ചെയ്ത മെസ്സേജ് എന്ത് ചെയ്യുക? അത് റിസീവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ആക്യുറേറ്റ് ആയിട്ട് റിസീവ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഇൻ്റർപ്രറ്റ് ചെയ്യണം, വ്യാഖ്യാനിക്കണം. ഓക്കെ, അതിനൊക്കെയുള്ള കഴിവിനെയാണ് നമ്മൾ ലിസണിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് റിക്വയർസ് ഫുൾ അറ്റൻഷൻ. ലിസണിങ്ങിന് എന്താണ്? പൂർണ്ണമായ ശ്രദ്ധ, അറ്റൻഷൻ ആവശ്യമാണ്. ആൻഡ് ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് വിത്ത് ദ സ്പീക്കർ. നമ്മളോടുകൂടി സംസാരിക്കുന്നത് ആരാണോ, ഓക്കെ, സംസാരിക്കുന്ന ആളെ നമ്മൾ സ്പീക്കർ എന്ന് പറയും. അപ്പോൾ ആരാണോ നമ്മുടെ കൂടെ സംസാരിക്കുന്നത് അവരുമായിട്ടൊരു ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് വേണം. ഓക്കെ, ആക്റ്റീവായിട്ട് അവരെ ശ്രദ്ധിക്കുക, റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അതാണ് ലിസണിങ്ങിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഒന്നുകൂടി, ലിസണിങ് ഈസ് ദ എബിലിറ്റി ടു ആക്യുറേറ്റ്ലി റിസീവ് ആൻഡ് ഇൻ്റർപ്രറ്റ് മെസ്സേജസ്. എപ്പോൾ? ഡ്യൂറിങ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുകയും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനുമുള്ള കഴിവിനെയാണ് ലിസണിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സമയത്ത് എന്താണ് ആവശ്യമായിട്ട് വരുന്നത്? ഫുൾ അറ്റൻഷൻ, പൂർണ്ണമായ ശ്രദ്ധയും അതുപോലെ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് വിത്ത് ദ സ്പീക്കറുമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഒരു എൻഗേജ്മെൻറ്റ്, ആക്റ്റീവായിട്ട് അവരുമായിട്ട് സ്പീക്കറുമായിട്ടൊരു എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അടുത്തത് എഫക്റ്റീവ് ലിസണിങ് ഈസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ്, പ്രോസസ്സിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഇൻഫർമേഷൻ. അപ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കലും അതുപോലെ പ്രോസസ്സിങ്. അപ്പോൾ ഇത് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്സ് ആൻഡ് അവോയ്ഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ ശ്രദ്ധയോട് കൂടി ഒരു കാര്യം കേൾക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്സ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനും ആൻഡ് അവോയ്ഡ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകളൊക്കെ അവോയ്ഡ് ചെയ്യാനും എന്ത് സഹായിക്കും? ഇഫക്റ്റീവ് ലിസണിങ് സഹായിക്കും. ഇനി ഏതൊക്കെ ടൈപ്പ് ലിസണിങ് ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്തേത് ആക്റ്റീവ് ലിസണിങ്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്റ്റീവ് ലിസണിങ്? ആക്റ്റീവ് ലിസണിങ് ഇൻവോൾവ്സ് പേയിങ് ഫുൾ അറ്റൻഷൻ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം, പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കൊടുത്ത് അത് കേൾക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ്, അയാൾ പറയുന്നത് എന്താണോ അത് ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം. ആൻഡ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, അയാൾക്ക് എന്ത് കൊടുക്കണം? നമ്മുടെ റെസ്പോൺസ് കൊടുക്കണം. ആ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായി, നമ്മൾ എന്ത് ചെയ്യണം? അത്
നമ്മളെ റെസ്പോൺസ് അവരെ അറിയിക്കുക. അതാണ് ആക്റ്റീവ് ലിസണിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പാസീവ് ലിസണിങ്. എന്താണ് പാസീവ് ലിസണിങ്? ഹിയറിംഗ് ദ വേർഡ്സ് ബട്ട് നോട്ട് ഫുള്ളി എൻഗേജിങ് വിത്ത് ദ കോണ്ടന്റ്. അപ്പോൾ നമ്മൾ പാസീവ് ലിസണിങ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഹിയറിംഗ് ദ വേർഡ്സ്, നമ്മൾ എന്താണ് അവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, ബട്ട് നോട്ട് ഫുള്ളി എൻഗേജിങ് വിത്ത് ദ കോണ്ടന്റ്. അവർ പറയുന്ന വിഷയം എന്താണോ അത് വളരെ ശ്രദ്ധാപൂർവ്വം എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല, ലിസൺ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലിസണിങ്ങിനെ പാസീവ് ലിസണിങ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ലിസണിങ് എന്താണെന്നറിയാം, പാസീവ് ലിസണിങ് എന്താണെന്നറിയാം. അടുത്ത മൂന്നാമത്തത് എംപതറ്റിക് ലിസണിങ് ആണ്. ഓക്കെ, എംപതറ്റിക് ലിസണിങ് അതെന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിംഗ് ദ ഫീലിങ്സ് ഓഫ് ദ സ്പീക്കർ. എന്താണ്? നമ്മളോട് സംസാരിക്കുന്ന സ്പീക്കറിൻ്റെ എന്ത് മനസ്സിലാക്കുക? ഫീലിങ്സ് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ്, ആ ഫീലിങ്സ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിനാണ് എംപതറ്റിക് ലിസണിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക, പിന്നെ എന്താണ് അവർ പറയുന്നത് എന്താണോ അത് അതേ രീതിയിൽ ഉൾക്കൊള്ളുക. അടുത്തത് വെയ്സ് ടു ഇംപ്രൂവ് ലിസണിങ് സ്കിൽസ്. നമ്മുടെ ലിസണിങ് സ്കിൽസ് മെച്ചപ്പെടുത്താനുള്ള കുറച്ച് എന്താണ് മാർഗ്ഗങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് നോക്കാം. അവോയ്ഡ് ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ. എന്താണ് നമ്മൾ ഡിസ്ട്രാക്ഷൻ? നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലോട്ട് എന്ത് ചെയ്യുക, ഇൻവോൾവ് ചെയ്യാതിരിക്കുക, അതിനെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്പീക്കേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. എന്താണ്? നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, ചിന്താഗതി എന്താണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അടുത്തത് പേ അറ്റൻഷൻ ടു ദ സ്പീക്കർ. നമ്മളോട് സംസാരിക്കുന്ന സ്പീക്കർ, ഓക്കെ, നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്ക് എന്ത് കൊടുക്കുക? പേ അറ്റൻഷൻ, അവർക്ക് അവരുടെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, അവരെന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ബി കാം വൈൽ ലിസണിങ്. നമ്മൾ ശ്രദ്ധയോടെ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് എങ്ങനെ ഇരിക്കുക? കാമായിട്ടിരിക്കുക, വളരെ ശാന്തമായിട്ട് ഇരുന്ന് കേൾക്കുക. ഓൾവേസ് ലിസൺ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയാസ് ഷെയർഡ് ബൈ ദ സ്പീക്കർ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന സമയത്ത് എങ്ങനെ ശ്രദ്ധിക്കണം? വിത്ത് ഓപ്പൺ മൈൻഡ്, വളരെ ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡോട് കൂടി അത് റിസീവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവർ പറയുന്ന ഐഡിയാസ് ഉൾക്കൊള്ളാൻ പറ്റൂ, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂ. അടുത്തത് റീഡിംഗ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ലിസണിങ് സ്കിൽ. വായന എന്തിന് സഹായിക്കുന്നു? നമ്മുടെ ലിസണിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വായന സഹായിക്കുന്നു. മെയിൻറ്റെയിൻ ഐ കോൺടാക്ട് വിത്ത് ദ സ്പീക്കർ. നമ്മളെപ്പോഴും സ്പീക്കറിനോടായിട്ട് എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ഒരു ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ? അവരെ കണ്ണി നോക്കി തന്നെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, അവരെ കണ്ണുകൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതിനാണ് ഐ കോൺടാക്റ്റ് എന്ന് പറയുന്നത്. അത് സ്പീഡ് ഓഫ് ദ സ്പീച്ച് ഷുഡ് ബി മോഡറേറ്റ്. എന്താണ് സ്പീഡ് ഓഫ് ദ സ്പീച്ച്? മീൻസ് നമ്മുടെ സംസാരത്തിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുക? മോഡറേറ്റ് ആക്കുക. വളരെ സ്പീഡിനോ അല്ലെങ്കിൽ വളരെ ലാഗോട് കൂടിയോ സംസാരിക്കാതെ ഒരു മോഡറേറ്റ് രീതിയിൽ സംസാരിക്കുക. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കുക. അവോയ്ഡ് ജാർഗൺ ആൻഡ് അൺഫെമിലർ വേർഡ്സ്. ജാർഗൺ മീൻസ് ടെക്നിക്കൽ ടേംസ് ആണ്. അൺഫെമിലർ വേർഡ്സ് എന്താണ്? നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകൾ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് അവോയ്ഡ് ചെയ്യണം? ജാർഗൺ, അതായത് ടെക്നിക്കലി ഉള്ള ടേംസ്, ടെക്നിക്കൽ ടേംസ് അവോയ്ഡ് ചെയ്തിട്ട് സംസാരിക്കുക. അതായത് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ അവരുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ച്, അവരുടെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ അവോയ്ഡ് ചെയ്ത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക. ഒരിക്കലും അൺഫെമിലർ ആയിട്ടുള്ള, നമുക്ക് എന്താണ് ഒരു ഫെമിലാരിറ്റിയും ഇല്ലാത്ത വേർഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാതിരിക്കുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അടുത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി മിനിമൈസ്ഡ് ഇൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യണം? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വാക്കുകളിലൂടെ അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷന് നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യണം? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വാക്കുകൾ ഉപയോഗിച്ചുള്ള ആംഗ്യമൊക്കെ കാണിക്കത്തില്ലേ, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ അതൊക്കെ എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക. അടുത്തത് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ഗീവ് ഫുൾ അറ്റൻഷൻ ടു ദ സ്പീക്കർ. നമ്മുടെ സ്പീക്കറിന് എന്ത് കൊടുക്കുക? ഫുൾ അറ്റൻഷൻ, വളരെ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. എന്താണ് ഡിസ്ട്രാക്ഷൻസ്? നമ്മുടെ ശ്രദ്ധ പതറുന്ന കാര്യങ്ങൾ, അതാണ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അവോയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സ്പീക്കറിന് ഫുൾ അറ്റൻഷൻ കൊടുക്കുക, പൂർണ്ണമായ ശ്രദ്ധ സ്പീക്കറിന് തന്നെ കൊടുക്കുക. അടുത്തത് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. എന്ത് ചെയ്യുക? നമ്മുടെ റെസ്പോൺസ് കൊടുക്കുക. ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ഫോർ ക്ലാരിഫിക്കേഷൻ. നമ്മളോട് സ്പീക്കർ സംസാരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ സംശയം തീർക്കാനായിട്ട് എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ സംശയം അവരോട് ചോദിച്ച് എന്ത് ചെയ്യുക? ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, അടുത്തത് ഷോ ഇൻട്രസ്റ്റ് ത്രൂ ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ എന്ത് ചെയ്യുക? നമുക്ക് അവർ പറയുന്ന കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് കാണിക്കുക. ഓക്കെ, അതായത് നമ്മൾ തല ഇങ്ങനെ നോഡ് ചെയ്യത്തില്ലേ, അതുപോലെ ഐ കോൺടാക്ട്, ഇതൊക്കെ എന്താണ്? എന്തിന് എക്സാമ്പിളാണ്? ബോഡി ലാംഗ്വേജിന് എക്സാമ്പിളാണ്. ഇതൊക്കെ എന്ത് ചെയ്യുക? ഇതൊക്കെ പ്രകടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സ്പീക്കറിന് എന്ത് മനസ്സിലാവും? നമുക്ക് ആ പറയുന്ന വിഷയത്തിനോടുള്ള താല്പര്യം മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലിസണിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ്. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് വേയ്സ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ സ്കില്ലാണ് സ്പീക്കിംഗ്. എന്താണ് സ്പീക്കിംഗ്? സ്പീക്കിംഗ് ഇൻവോൾവ്സ് കൺവേയിങ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ വെർബലി. സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയാസും തോട്ട്സും ഇൻഫർമേഷനും ഒക്കെ എങ്ങനെ കൺവേ ചെയ്യുന്നതാണ്? വെർബലി, വാക്കുകൾ കൊണ്ട് നമ്മുടെ ഐഡിയാസും തോട്ട്സും ഇൻഫർമേഷനും ഒക്കെ കൺവേ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പീക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കീ ആസ്പെക്ട്സ് ഓഫ് ഇഫക്റ്റീവ് സ്പീക്കിങ്ങിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാരിറ്റി, ടോൺ ആൻഡ് പിച്ച്, പേസിംഗ്, എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ക്ലാരിറ്റി, ടോൺ ആൻഡ് പിച്ച്, പേസിംഗ്, എൻഗേജ്മെൻറ്റ്? എന്താണ് ക്ലാരിറ്റി എന്ന് നോക്കാം.
ക്ലാരിറ്റി, സ്പീക്ക് ക്ലിയർലി ആൻഡ് അവോയ്ഡ് ജാർഗൺ ഓർ ഓവർലി കോംപ്ലക്സ് ലാംഗ്വേജ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കണം. ആൻഡ് അവോയ്ഡ് ജാർഗൺ, ടെക്നിക്കൽ മെത്തേഡ്സ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്താണ് ജാർഗൺ എന്ന്. ജാർഗൺ എന്ന് പറയുന്നത് ടെക്നിക്കൽ വേർഡ്സ് ആണ്. ഓക്കെ, എന്തെങ്കിലും ടെക്നിക്കലി നമ്മൾ പറയുന്ന ഒരു വാക്ക്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന അവരുടേതായ ഭാഷയിലുള്ള വാക്കുകളാണ് ജാർഗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. ഓർ ഓവർലി കോംപ്ലക്സ് ലാംഗ്വേജ്, നമുക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള സങ്കീർണമായ വാക്കുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് ടോൺ ആൻഡ് പിച്ചാണ്. യൂസ് അപ്രോപ്രിയേറ്റ് ടോൺ, പിച്ച് ആൻഡ് വോളിയം ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ഓഡിയൻസ്. അപ്പോൾ എന്താണ് നമ്മൾ പിച്ചും അതുപോലെ ടോണും വോളിയവും ഒക്കെ എങ്ങനെ ശബ്ദത്തിൻ്റെ ഉയർച്ച താഴ്ചകളൊക്കെ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ആൾക്കാരുടെ എണ്ണവും സാഹചര്യവും അനുസരിച്ച് എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. അടുത്തത് പേസിംഗ് ആണ്. എന്താണ് പേസിംഗ്? എന്താണ് പേസിംഗ്? അവോയ്ഡ് സ്പീക്കിംഗ് ടു ഫാസ്റ്റ് ഓർ ടു സ്ലോലി. അതായത് വളരെ പെട്ടെന്ന് നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് സ്ലോ ചെയ്ത് സംസാരിക്കുകയോ ചെയ്യുന്നത് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. മോഡറേറ്റ് സ്പീഡിൽ എന്ത് ചെയ്യുക, സംസാരിക്കുക. അടുത്തത് എൻഗേജ്മെൻറ്റ്. എന്താണ് എൻഗേജ്മെൻറ്റ് എന്ന് നോക്കാം. യൂസ് ഐ കോൺടാക്ട്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഐ കോൺടാക്ട് കീപ്പ് ചെയ്യണം. ബോഡി ലാംഗ്വേജ് ആൻഡ് ആക്റ്റീവ് ലിസണിങ് ടു എൻഗേജ് യുവർ ഓഡിയൻസ്. നമ്മൾ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ണി നോക്കി സംസാരിക്കുക. നമ്മളൊരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക. ശ്രദ്ധയോടെ അവരെന്തെങ്കിലും ഇങ്ങോട്ട് സജഷൻ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക. അടുത്ത എന്താണ് ഇംപ്രൂവിങ് സ്പീക്കിംഗ് സ്കിൽസ്. നമുക്ക് എങ്ങനെ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം. പ്രാക്ടീസ് സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് ടു ബിൽഡ് കോൺഫിഡൻസ്. നമ്മൾ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ മുന്നിലുള്ള ആൾക്കാരുടെ മുന്നിൽ എന്ത് ചെയ്യുക, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഫോക്കസ് ഓൺ ആർട്ടിക്കുലേഷൻ ആൻഡ് പ്രൊനൗൺസിയേഷൻ. നമ്മൾ പറയുന്ന കാര്യത്തിലും ഉച്ചാരണത്തിലും എന്ത് ചെയ്യുക, ശ്രദ്ധ കൊടുക്കുക. യൂസ് പോസസ് ഇഫക്റ്റീവ്ലി ടു അലൗ യുവർ ഓഡിയൻസ് ടൈം ടു ഡൈജസ്റ്റ് ഇൻഫർമേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡിന് പറഞ്ഞു പോകാതെ നിർത്തേണ്ടടുത്ത് നിർത്തി തന്നെ സംസാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് എന്ത് മനസ്സിലാവും, നമ്മൾ പറയുന്നത് എന്താണെന്ന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ദ ഫംഗ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4. നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഫംഗ്ഷൻ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഇൻഫോർമേറ്റീവ്, ഇൻസ്ട്രക്റ്റീവ്, പെർസുവാസീവ്, ഇൻറ്റഗ്രേറ്റീവ്. അല്ലേ? ഒന്നും കൂടെ, ഇൻഫോർമേറ്റീവ്, ഇൻസ്ട്രക്റ്റീവ്, പെർസുവാസീവ്, ഇൻറ്റഗ്രേറ്റീവ്. ആദ്യത്തേത് ഇൻഫോർമേറ്റീവ്. എന്താണ് ഇൻഫോർമേറ്റീവ്? നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഒരാളോട് പറയാനുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്നു. ഒപ്പീനിയൻ ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് പ്ലേസസ്, ഓർഗനൈസേഷൻസ്, പീപ്പിൾ എക്സെട്ര. അപ്പോൾ എന്താണ് നമ്മൾ സ്ഥലങ്ങൾ, ഓർഗനൈസേഷൻ, പീപ്പിൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷനും ഒപ്പീനിയനും ഒക്കെ എന്തിൽ വരുന്നതാണ്, ഇൻഫോർമേറ്റീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷന് വരുന്നതാണ്. അടുത്തത് എന്താണ് ഇൻസ്ട്രക്റ്റീവ്. ഇൻസ്ട്രക്റ്റീവ് മീൻസ് നമ്മൾ എന്തെങ്കിലും കമാൻഡോ ഉത്തരവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ് ഇൻസ്ട്രക്റ്റീവ്. അടുത്തത് എന്താണ് പെർസുവാസീവ്. അതായത് നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് പെർസുവാസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് അഡ്വർടൈസിങ് ആവാം, ഗിവിംഗ് റീസൺസ്, കൺവിൻസിങ് പീപ്പിൾ. ഇതൊക്കെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ്, പെർസുവാസീവിനുള്ള ഉദാഹരണങ്ങളാണ്. അടുത്തത് ഇൻറ്റഗ്രേറ്റീവ്. എന്താണ് ഇൻറ്റഗ്രേറ്റീവ്? മേക്കിംഗ് റിക്വസ്റ്റ്, അഡ്വൈസ്, ഗ്രീറ്റിംഗ് പീപ്പിൾ. ഇതൊക്കെ എന്തിന് വരുന്നതാണ്, ഇൻറ്റഗ്രേറ്റീവ് വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ എൻക്വയറി നൽകുക, റിക്വസ്റ്റ് കൊടുക്കുക, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഇൻറ്റഗ്രേറ്റീവിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും നോട്ട്സ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പ്രിൻ്റഡ് നോട്ട്സ് സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.